നമുക്ക് നെഹമ്യാവിന്റെ കഥ കേൾക്കാം. ഒരു നല്ല കൂട്ടുകാരനുണ്ട്. നെഹമ്യ 2:18. നമുക്ക് എഴുന്നേറ്റ് പണിയാം. യെരുശലേം ഒരു കാലത്ത് ശക്തമായതും അഭിമാനമായ ഒരു നഗരമായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ മതിലുകളെല്ലാം ഇടിഞ്ഞു തകർന്ന് അതിന്റെ കവാടങ്ങളെല്ലാം വെന്ത് ആ നഗരം മൊത്തം നാശമായി കിടക്കുകയാണ്. അകലെ ഒരു ദേശത്ത് പേർഷ്യയുടെ ഒരു കൊട്ടാരത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഹൃദയത്തിൽ ഭയങ്കര ഭാരമായിരുന്നു യെരുശലേമിനെ കുറിച്ച്. ആളുടെ പേരായിരുന്നു നെഹമ്യ. നെഹമ്യാവ് ജനിച്ചതും വളർന്നതും എല്ലാം പേർഷ്യയിലായിരുന്നു. അഗസ്റ്റരേഷ് 1 രാജാവിന്റെ സേവകനായി ജോലി ചെയ്തിരുന്നു. നെഹമ്യാവിന്റെ മനസ്സ് മൊത്തം യെരുശലേമിലായിരുന്നു. ഒരു ദിവസം അവിടെ കുറച്ച് യെരുശലേമിൽ നിന്ന് യഹൂദന്മാർ വന്നു. അവർ സങ്കടത്തോടെ പറഞ്ഞു, യെരുശലേമിന്റെ അവസ്ഥ ഭയങ്കര മോശമാ, അതിന്റെ കവാടങ്ങളെല്ലാം വെന്ത് നശിച്ച്. നെഹമ്യാവ് അത് കേട്ട് വളരെ സങ്കടപ്പെട്ടു. നെഹമ്യാവ് പ്രാർത്ഥന തുടങ്ങി. കർത്താവേ, എന്റെ ജനത്തിന്റെ പാപങ്ങളെ ക്ഷമിക്കണം, ഞങ്ങളുടെ നാട് വീണ്ടും പണിയണമേ. രാജാവ് ചോദിച്ചു, നെഹമ്യാവ്, നിന്റെ മുഖം എന്താ വാടിയിരിക്കും? നെഹമ്യാവ് പറഞ്ഞു, രാജാവ് എന്നും ജീവിക്കട്ടെ. എന്റെ നഗരം തകർന്ന് കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? എനിക്ക് ആ നഗരം ഒന്നുകൂടെ പണിയാൻ അനുവാദം തരണേ. രാജാവ് പറഞ്ഞു, ഞാൻ നിനക്ക് പെർമിഷൻ തരുന്നു. നിനക്ക് വേണ്ടിയ ലെറ്റർ ഞാൻ തരാം, തടികൾ ഞാൻ തരാം, പ്രൊട്ടക്ഷൻ ഞാൻ തരാം. ദൈവം രാജാവിന്റെ ഹൃദയത്തിനോട് സംസാരിച്ചു. അങ്ങനെ നെഹമ്യ കുറച്ച് യഹൂദന്മാരെയും കൂട്ടി. നെഹമ്യ വിശ്വാസത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ദൈവത്താൽ സാധ്യമാവും. ഈ മതിൽ പണിയപ്പെടും. അങ്ങനെ ജനത്തിനെ കൂട്ടി നെഹമ്യ പറഞ്ഞു, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല, നമുക്ക് എഴുന്നേറ്റ് മതിൽ പണിയാം. ജനമെല്ലാം ഒന്നിച്ചു പറഞ്ഞു, നമുക്ക് പണിയാം. സൻബല്ലത്ത് പറഞ്ഞു തുടങ്ങി അവിടെ നിന്നോണ്ട്, ഈ ബലഹീനന്മാരായ യഹൂദന്മാര് ഇവർ ഈ ഒരു ദിവസം കൊണ്ട് മതിൽ പണിയുമോ? ഇത് കേട്ട് യഹൂദന്മാര് ഒന്ന് വിഷമിച്ചു. നെഹമ്യ പറഞ്ഞു, ഭയപ്പെടേണ്ട, നമ്മുടെ കൂടെ ദൈവമുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ അവർ തീരുമാനിച്ചു, എന്തു വന്നാലും ഞങ്ങൾ മതിൽ പണിയും. ഈ സൻബല്ലത്തും തോബിയാത്തും ഒക്കെ ഒത്തിരിയും പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി ഇവരെ നശിപ്പിക്കാനും ഈ മതിൽ പണിയാതിരിക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ നെഹമ്യാവ് തീരുമാനിച്ചു, ഒരു കൈയിൽ ആയുധവും ഒരു കൈ കൊണ്ട് ഞങ്ങൾ മതിലും പണി. അങ്ങനെ കുറച്ചു പേരെ നിയമിച്ചു. മതിൽ കാത്തു പണി തുടങ്ങി. മതിൽ ഉയർന്നു. കുഞ്ഞുങ്ങളെ, 52 ദിവസം കഴിഞ്ഞു. മതിൽ പണി പൂർത്തിയായി. അസാധ്യമായിരുന്നു. മൊത്തം കല്ലുമേ കല്ല് കിടക്കുമായിരുന്നു. അവർ ഒന്നിച്ച് ആഘോഷിച്ചു. അവർ ദൈവത്തിന്റെ നാമത്തിനെ ഉയർത്തി. അവർ സന്തോഷത്തോടെ ആലയത്തിലും ആ മതിലിന് ചുറ്റും ദൈവത്തിനെ ആരാധിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ മതിലുകൾ ചിലപ്പം തകർന്നു കിടക്കുമായിരിക്കും. വിഷമങ്ങൾ കാണും. പലരും നിങ്ങളെ കളിയാക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങളെ സഹായിക്കും. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശു നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു, മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നിനക്ക് വേണ്ടിയിട്ടാണെന്നറിയാമോ കുഞ്ഞെ? നിനക്ക് വേണ്ടിയിട്ടാ. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് നീ നിന്റെ ഹൃദയത്തിനെ തുറന്നു കൊടുത്താൽ യേശു നിന്റെ ഉള്ളിൽ വരും. ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റം വരുത്തും. യേശുവിന് മാത്രമേ സാധിക്കൂ. കുരിശിൽ മരിച്ചപ്പോൾ എന്റെ പൊന്നു കുഞ്ഞെ, നിന്നെയും ഓർത്തായിരുന്നു യേശു മരിച്ചത്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.